Hi friends, welcome back to Kanz world. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് Zoomന്റെ H5 എന്ന് പറയുന്ന ഹാൻഡി റെക്കോർഡറാണ്. ഈ റെക്കോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 4-track പോർട്ടബിൾ റെക്കോർഡറാണ്. മാത്രവുമല്ല ഇതിൻ്റെ ഇൻ്റർചേഞ്ചബിൾ മൈക്ക് സിസ്റ്റവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ Zoom H5 ഹാൻഡി റെക്കോർഡറിൻ്റെ ക്ലോസപ്പ് ലുക്ക്. നമുക്ക് അതൊന്ന് അൺബോക്സ് ചെയ്യാം. ഈ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് 1-2 സോഫ്റ്റ്വെയർ ഫ്രീ ബണ്ടിൽ സോഫ്റ്റ്വെയർ നമുക്ക് അവർ തരുന്നുണ്ട്. അതായത് ഇതിൻ്റെ വേവ് ഫയലും ഓഡിയോ ഫയലും ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്നു. നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷേ SD കാർഡ് നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ് പറയുന്നത്. നമുക്ക് SD കാർഡ് പ്രത്യേകം വാങ്ങാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഫീച്ചറിലേക്ക് പോവുകയാണെങ്കിൽ 24 ബിറ്റ് 96 kHz ഓഡിയോ ആണ്. 140 dB SPL ഷോക്ക് മൗണ്ടഡ് XY capsule ഉണ്ട്. പിന്നെ 2 XLR ഇൻപുട്ട് ഉണ്ട്. ഇൻഡിവിജ്വൽ ഗെയിൻ കൺട്രോളർ, അതായത് നമുക്ക് ഇതുപോലെ ഇൻഡിവിജ്വലായിട്ട് ഗെയിൻ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചസ് ഉണ്ട്. പിന്നെ കംപ്രസർ, ലിമിറ്റഡ്, ലോ കട്ട് ഫിൽറ്റർ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിനുണ്ട്. 4-in 2 ഔട്ടും USB ഓഡിയോ ഇൻ്റർഫേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കാർഡ് 32 GB വരെയുള്ള കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. 15 മണിക്കൂറോളം നമുക്ക് 2A ബാറ്ററീസിൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇതിൻ്റെ കൂടെ ഉള്ള കാര്യങ്ങൾ അവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മൈ ക്യാപ്സ്യൂളുണ്ട്, 2 ബാറ്ററി ഉണ്ട്, USB കേബിളുണ്ട്, ഫോം വിൻഡ്സ്ക്രീൻ ഉണ്ട്, കേസ് ഉണ്ട്, ഓപ്പറേഷൻ മാനുവലുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സൂമിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് ഡിവൈസ് വളരെ പ്രൊഫഷണലായിട്ടുള്ള ഓഡിയോ റെക്കോർഡിംഗ് ഡിവൈസാണ്. എപ്പോഴും എല്ലാ പ്രൊഫഷണൽസും യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം അതിൻ്റെ യൂസർ മാനുവലും സംഭവമൊക്കെ കാണാം. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വിവരിച്ചിരിക്കുന്നു. പിന്നെ അവർ പറഞ്ഞ കണക്കത് വിൻഡ്സ്ക്രീൻ ഫോം ഉണ്ട്. നമുക്ക് വോയിസ് ഓവറൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഈ സാധനം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു USB കേബിളുണ്ട്, 2 ബാറ്ററി ഉണ്ട്. ഫൈനലി ഈ കാണുന്നതാണ് നമ്മളുടെ സൂം റെക്കോർഡർ എന്ന് പറയുന്നത്. നല്ലൊരു പൗച്ചിലാണ് ഇത് വരുന്നത്. കവറിൽ നിന്ന് അത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഇത് അത്ര ഹെവി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പണ്ട് H4 യൂസ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ അത്ര ഹെവി അല്ല, സ്റ്റൈലിഷാണ്, നല്ല ബിൽഡാണ്. ബിൽഡ് ക്വാളിറ്റിയും അതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേ നമുക്കിത് ഫീൽ ചെയ്യും. പിന്നെ റബ്ബറൈസ്ഡ് ബോഡി മെറ്റീരിയലാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗെയിൻ കൺട്രോളുണ്ട്. ആക്സിഡൻ്റലി നമുക്ക് ഇത് ഗെയിൻ അഡ്ജസ്റ്റ് ആവുമോയെന്ന് എനിക്ക് ഒരു ചെറിയ ഡൗട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. SD കാർഡിൻ്റെ സ്ലോട്ട് ഇവിടെയാണ്. SD കാർഡ് വലിയ SD കാർഡാണ്, മൈക്രോ SD കാർഡല്ല. ലെഫ്റ്റ്, റൈറ്റ്, ചാനൽ 1, ചാനൽ 2 ഇതൊക്കെ കൺട്രോൾ ചെയ്യാം. 2 XLR ഇൻപുട്ടാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ലൈൻ ഔട്ടും ഒരു ഓഡിയോ മോണിറ്ററിങ് ഔട്ടും, അതായത് ഹെഡ്സെറ്റിൻ്റെ ഔട്ടും ഉണ്ട്. പിന്നെ റിമോട്ടിൻ്റെ ഒരു സോക്കറ്റ് കൂടെ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ ജോയിസ്റ്റിക്കാണ്, നമുക്ക് മെനു ആക്സസ് ചെയ്യാനുള്ള ജോയിസ്റ്റിക്കാണ്. പക്ഷേ ലൈൻ ഇന്ന് എന്ന് പറയുന്ന വേറൊരു സംഭവം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഈ സാധനം നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം പ്ലഗ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. അല്ലാത്തപ്പോൾ നമുക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലാത്തപ്പോൾ റിമൂവ് ചെയ്ത് വെക്കുക. അത്രയും വെയിറ്റ് നമുക്ക് കൊണ്ടു കിടക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഓണും ഓഫും ചെയ്യാനുള്ള ബട്ടൺ ഇതാണ്. അത് ഹോൾഡ് ആൻഡ് സ്ലൈഡാണ്. DC പവർ ഇൻപുട്ട് കൊടുക്കുന്ന സംഭവം ഉണ്ട്. ഇതാണ് ഓവറോൾ നമ്മുടെ സൂം റെക്കോർഡർ. ഇതിൻ്റെ ബാക്കിലായിട്ട് 2 AA സൈസ് ബാറ്ററി ലോഡ് ചെയ്യാനുള്ള ഒരു ബാറ്ററി സോക്കറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ പുതിയ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
ഈ ഓഡിയോ റെക്കോർഡറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അവിടെ മറുപടി തരാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി തിരിച്ചെത്തുന്നതുവരെ ദിസ് ഈസ് സജിത് സൈനിങ് ഓഫ്. ബൈ.